ഹലോ, നമസ്കാരം. അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും ഡിന്നറും പിന്നെ നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്ന് രണ്ട് ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടിഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ നല്ലൊരു പ്രഭാതം കണ്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 6:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചം വന്നു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചുള്ളത്. അപ്പൊ ഉപ്പുമാവിലേക്ക് പഴം പുഴുങ്ങിയത് നല്ലതാണല്ലോ. അപ്പൊ ഞാൻ ഒരു 3 പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 3 മാത്രമേ പുഴുങ്ങിയ പഴം കഴിക്കുള്ളൂ കേട്ടോ. അവിടെ ഒരാള് പുഴുങ്ങിയ പഴമൊന്നും കഴിക്കില്ല, പിന്നെ ഉപ്പുമാവിലേക്ക് പഴവും കഴിക്കില്ല. അവൻ കുറച്ച് പഞ്ചസാര ഒന്നും ഇട്ടിട്ട് ഉപ്പുമാവ് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും പിന്നെ പറഞ്ഞാല് കുറച്ച് ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കുക. പിള്ളേർക്ക് 2 ആൾക്കും ഉപ്പുമാവ് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എല്ലാം കഴിക്കണമല്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കാതിരിക്കൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കും. കുറച്ച് ദിവസമെങ്കിലും കഴിക്കാൻ പറയും. ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നും വറ്റൽമുളകും മൂപ്പിച്ചതിന് ശേഷം പിന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പൊ അതൊന്ന് വഴണ്ടു വരുമ്പോൾ ഒരു പിടി നാളികേരം കൂടിയിട്ട് അത് 1-2 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളവും ഒരു 1/4 ഗ്ലാസ് റവയാണ് എടുക്കുക. അപ്പൊ വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചുള്ള റവ അതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ 2 ഗ്ലാസ് വെള്ളത്തിന് ഒരു 1/4 ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ നല്ല പാകത്തിനാവും. വെള്ളം കൂടൊന്നുമില്ല, നല്ല കുതിർന്ന് കിടക്കുന്ന ഉപ്പുമാവും റെഡിയാവും കേട്ടോ. റവയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-2 സെക്കൻഡ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക ചെറിയ തീയിൽ. എന്നിട്ട് പിന്നെ മൂടി തുറന്ന് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. നല്ല ഉതിർന്ന് കിടക്കുന്ന ഉപ്പുമാവാണ് കേട്ടോ. അപ്പൊ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അപ്പൊ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോ നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഉപ്പുമാവൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ചീഞ്ചട്ടിയിലൊക്കെ ആവുമ്പോ പാനിലൊക്കെ ആവുമ്പോ ഉണ്ടാവില്ല, ചീഞ്ചട്ടിയിലാവുമ്പോ ആ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉപ്പുമാവേ ഇഷ്ടമല്ല, പിന്നെയാണ് അത് കഴിക്കണത്. നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടാ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പുമാവ് കഴിക്കുന്ന ഏറ്റവും ഇഷ്ടമാണ് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വരണ്ടി എടുത്തിട്ട് കഴിക്കാനായിട്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെച്ചു. ഒരു ഒഴിച്ചുകറി, പരിപ്പും ചീരിയും മാങ്ങയും കൂടിയുള്ള ഒഴിച്ചുകറിയും മോരും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് അത്യാവശ്യം കറികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച്, അപ്പൊ അതൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഉച്ചക്കലേക്ക് വേണമെങ്കിൽ കുറച്ച് എടുക്കും ചെയ്യാം. പിന്നെ വൈകിട്ടത്തേക്ക് നമുക്ക് അതിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ, വല്ല ചപ്പാത്തിയോ പൂരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അപ്പം അത് വൈകിട്ടത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് ഞാനിത് ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണേ കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പം അതൊക്കെ ഒന്ന് നന്നാക്കി അതിൻ്റെ തോലൊക്കെ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ചെടികൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ നമ്മൾ സവാളയും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് അപ്പം അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ കുറച്ച് ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, ഒരു തക്കാളിയും, ഒരു 3-4 പച്ചമുളകും, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. അപ്പൊ ഈ സവാള ഞാൻ കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മളൊന്ന് അവസാനമൊക്കെ ആവുമ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.
അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ദേ ഫോണിൽ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ കണ്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെയാവൂല്ലേ? അപ്പം ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ഒക്കെ അല്ലെങ്കിൽ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് അറിയില്ല, അങ്ങനെ ചെയ്തു പോവും. ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ അതും ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോവും. അപ്പോൾ ഇത് ചിക്കനിലേക്ക് വേണ്ട സവാളയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും ഇത്രയൊക്കെ നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി മാറ്റി വെച്ച് ബാക്കിയുള്ളതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം അത് കുറച്ച് നേരം വേണം, അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ചിക്കൻ റോസ്റ്റിലേക്ക്. അപ്പോൾ ഇത് സവാളയ്ക്ക് നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും. അപ്പോൾ ഇത്രയാണ് പൊടികൾ ചേർക്കണത്. അപ്പോൾ ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1.5 സ്പൂണോളം മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു 1/2 സ്പൂണോ ഒരു 3/4 സ്പൂണോളൊക്കെ ഉണ്ടാവും, ചെറിയ സ്പൂണാണ്. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് അത് ഒന്ന് ഉടഞ്ഞ് അതിലേക്ക് ചേർന്ന് വരുമ്പോൾ ഒരു സ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് പിന്നെ ഒരു 1/2 ഗ്ലാസ്സോളം ചൂടുവെള്ളം ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 1/2 ഗ്ലാസ് ഒക്കെ ഉണ്ടാവും ചൂടുവെള്ളമാണ് ചേർത്തുള്ളത്. അപ്പം അതുകൊണ്ട് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് അത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ഒരു ചീഞ്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1-2 സവാള, ചെറിയ സവാളയാണ് എടുത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പം അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ സവാളയാണ്, ഇപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് ആ ഗ്രേവിക്ക് ഒന്ന് കുറുകി വരില്ലേ, ആ സമയത്ത് ഇതേ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ സവാള അതിലേക്കിട്ട് ഇനി ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ വറുത്തിട്ടുള്ള സവാള കൂടിയിട്ടപ്പെട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചെറിയ തീയിലങ്ങനെ ഇളക്കി ആ ചിക്കനിൽ എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടിട്ടാ. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂട്ടാ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ റോസ്റ്റും പിന്നെ ഒഴിച്ചുകറി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചീരയും പരിപ്പും ഒഴിച്ചുകറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല പച്ച മാങ്ങയായിരുന്നു. അപ്പോൾ അത് കൈയോടെ തന്നെ അച്ചാറിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ വിചാരിച്ചു ചെത്ത് മാങ്ങയായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അതിനായിട്ട് ഇതേ നന്നായി തുടച്ച് ഇനി നമ്മൾക്കൊന്ന് ഇങ്ങനെ ചെത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നും അച്ചാർ വേണം, എന്നും അച്ചാറും ഉണ്ടാവും ഇവിടെ. അപ്പോൾ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും അച്ചാർ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാറുമുണ്ട്. അപ്പം അച്ചാർ കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല, എന്നാലും പച്ചക്കറി ആകുമ്പോൾ ഒരു കഷ്ണം അച്ചാർ അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ മാങ്ങയൊക്കെ ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ബൗളിലേക്ക് ആക്കിയിട്ടാണ് അതിലേക്ക് പിന്നെ നമ്മൾ ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് കഴുകി
ഒട്ടും വെള്ളമില്ലാണ്ട് വേണം കേട്ടോ. ഒന്ന് അതിലേക്ക് ഒന്ന് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ ഇട്ടുള്ളത്. അത് കായും ഉലുവയും പൊടിച്ചെടുത്തത്. കായും ഉലുവയും ചെറിയ ഇതിൽ നന്നായിട്ട് വറുത്ത് ചൂടാറിയതിന് ശേഷം അതിലേക്ക് പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആ ചൂട്ടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കുക കേട്ടോ അത്. അപ്പോൾ ആ മാങ്ങയിൽ ഇങ്ങനെ തിളച്ച എണ്ണയൊക്കെ ഒഴിച്ച് ആ മുളകൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരും. നല്ല തിളപ്പിച്ചുള്ള എണ്ണയല്ല ഒഴിക്കണേ. പെട്ടെന്ന് തന്നെ ചൂട്ടോടെ തന്നെ ഇളക്കിയെടുക്കുക. അവസാനമായിട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലാക്കി വെക്കുക, ഒരു ബോട്ടിലാക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാം നന്നായി പിടിച്ചിട്ട് മാങ്ങയിലൊക്കെ മുളകും ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ അച്ചാറും കൂടി റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ദേ ഈ വീഡിയോ തലേ ദിവസം നമ്മൾ ഒരു കുഞ്ഞ് ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുബായ് പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 11 മണിക്ക് കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടൊന്നും കാണാനായിട്ട് പറ്റില്ല. കുറച്ചും കൂടി നേരത്തെ പോകേണ്ടതായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് നേരം വൈകി പോകുമ്പോൾ. അപ്പോൾ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുറേ റൈഡുകളൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ എല്ലാ റൈഡിലും കയറും കേട്ടോ. അപ്പം അവരെ പ്രായം അതല്ലേ, അവർക്ക് എല്ലാ റൈഡിലും കയറി തലകുത്തി മറിയാനൊക്കെ വലിയ ഇഷ്ടമാണ്. നമുക്ക് കുറച്ച് പേടിയാണ്. ഞാൻ ഒന്നിലും കയറാറില്ല കേട്ടാ. വെറുതെ ജസ്റ്റ് പുറത്ത് നിന്ന് കാണുന്നു മാത്രം. അപ്പോൾ അവർ നിർബന്ധിക്കാൻ തന്നെ ഞങ്ങളില്ലേ അമ്മ കയറിക്കോ എന്നൊക്കെ പറയും. അയ്യോ, എനിക്ക് ഒരു വട്ടം തന്നെ അവർ ഇതിനു മുമ്പ് ഒരു ഔട്ടിങ്ങിന് പോയിട്ട് ചെറിയ റൈഡ് എന്നൊന്നും പറഞ്ഞിട്ട് കയറാം, നമുക്ക് എല്ലാവർക്കും കൂടി കയറാം, ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കയറി കുറച്ച് നേരമൊക്കെ ഒരു സ്ലോ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ റൈഡിലാണ് ഞാൻ കയറാണ്ടിരുന്നത്, നല്ല കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം ചിന്തിച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഒരു പോക്ക് പോയത് എനിക്കറിയുള്ളൂ. പിന്നെ അതിൽ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂറിന് കയ്യും കാലും വേറെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റൈഡിലും കയറാറില്ല. അവരെത്ര നിർബന്ധിച്ചാലും ഞാൻ കയറാറില്ല കേട്ടാ. അപ്പം ഇതൊക്കെ കുറച്ച് ചെറുതായിരുന്നു, പക്ഷെ ഞാനതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ അതിലുണ്ട്. ഞാനിതൊക്കെ പുറത്ത് നിന്നിട്ട് കാണാൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അവരെന്നെ കുറേ നിർബന്ധിക്കും, ഇതൊക്കെ ചെറിയ റൈഡിന്ന് ഇതിൽ വായോ എന്തോ രസമല്ലേ ഞങ്ങളില്ലേ എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഒട്ടും ധൈര്യമില്ല. മുന്നത്തെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിലും കയറാൻ പേടിയാണ്. ചെറുതിലും വലുതിലൊക്കെ കയറാൻ പേടി. വലുതിലൊട്ടും കയറില്ല, ചെറുതിലായാലും കയറാൻ പേടി എനിക്ക്. എങ്ങാനും ഇത് കയറി കഴിഞ്ഞിട്ട് പോയാലോ എന്നൊരു പേടി കൊണ്ട് തന്നെ. അപ്പം ഇങ്ങനെയൊക്കെ നടന്ന് കാണാനായിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ടില്ലേ മോളിൽ കൂടെ പോണ റൈഡ്, അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു മോൻ. കണ്ട മോളിൽ കൂടെ പോണ റൈഡ്, ഇതിലൊക്കെ മോൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കൊന്നും പേടിയില്ല, പക്ഷെ നമുക്കിത് താഴത്തുനിന്ന് കാണാൻ തന്നെ പേടിയാണ്. അപ്പം ഇതിൽ മാത്രമേ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് താഴത്തു കൂടെ ഇങ്ങനെ പോണതാണ്. അപ്പം അവരെന്നെ കളിയാക്കുക, ഇത് അമ്മ കയറുന്നത് ചെറിയ കുട്ടികളുടെ റൈഡിലെന്നും പറഞ്ഞിട്ട്. പിന്നെ ദേ ക്രിസ്മസിൻ്റെ കരോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് കാണാനായിട്ട് ഒരുപാടുണ്ട്. നമ്മുടെ കാലത്തൊന്നും അങ്ങനെ പുറത്ത് പോയിട്ടൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പം നമ്മുടെ തൊട്ട അപ്പുറത്ത് തന്നെ വീട്ടിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ പുൽക്കൂടിൻ്റെ പണിയൊക്കെ അവിടെ തുടങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് സന്തോഷമാണ് കാണുമ്പോൾ. നമ്മളതൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് കാലത്ത് എഴുന്നേറ്റ് വശം തന്നെ അങ്ങോട്ട് പോയി പുൽക്കൂടൊക്കെ കാണും കേട്ടോ. അതുപോലെ തന്നെ കൊല്ലത്തിലുള്ള പൂരം, പെരുന്നാൾ ഒക്കെ ആകുമ്പോൾ ഒന്ന് കാണാൻ പോകും. അപ്പം അത് പൂരം പെരുന്നാളും കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല, അവിടെ വള മാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ കുറച്ച് മേടിക്കാനുള്ള അതാണ്, അതൊന്നും കാണാനുള്ള സന്തോഷം. അന്നൊക്കെ അങ്ങനെയാണ് കൂടുതൽ പൂരത്തിനും പെരുന്നാളിനൊക്കെ പോകുമ്പോൾ വളയും മാലയൊക്കെ അത് കാണാൻ ഒക്കെയാണ് കേട്ടോ. അല്ലാണ്ട് പൂരം പെരുന്നാളും കാണാനുള്ള ആഗ്രഹമൊന്നുമല്ല. പിന്നെ നമ്മൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ കാലത്ത് ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടത്തേക്ക് നമ്മൾ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിക്കുള്ള പൊടി, ഗോതമ്പ് പൊടിയും കുറച്ച് റവയും ഉപ്പിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളതൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം പൂരി ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് മേലൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പൂരി ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ എനിക്കിങ്ങനെ പൂരി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കിടന്ന് നല്ല പൊന്തി വരുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ പൂരിയൊക്കെ ഇട്ടു നമ്മൾ ആ തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പൊന്തി നല്ല ഗുണ്ട് പൂരികളായിട്ട് വരും കേട്ടോ. അപ്പോൾ ദേ പൂരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ഗ്ലാസ് കട്ടനും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. നല്ല എരിവുള്ള ചിക്കൻ റോസ്റ്റ് അല്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് കട്ടനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ദേ രാത്രി നല്ല പൂരിയും ചിക്കൻ റോസ്റ്റും ഒരു കട്ടനൊക്കെ കൂടി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.